പ്രഭാത കാഹളം യേശുവിനോട് കൂടി ഒരു നിമിഷം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 12-ാം വാക്യം. അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? നമ്മളോട് ഓരോരുത്തരോടുമുള്ള വ്യക്തമായ ഒരു ചോദ്യമാണ് ഈ വചനത്തിൽ കൂടി നാം കേൾക്കുന്നത്. പലപ്പോഴും നാം നമ്മുടെ സമൂഹത്തിലുള്ള ഇടപാടുകളിൽ, ജോലി സ്ഥലങ്ങളിലുള്ള ഇടപാടുകളിൽ, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസ്തരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും വിശ്വസ്തരായിരിക്കുവാൻ പലരും ഒരുങ്ങുന്നില്ല. താൽക്കാലിക കാര്യസാധ്യത്തിന് വേണ്ടി അവിശ്വസ്തരായിട്ടിരുന്നു കൊണ്ട് അന്യമായിരിക്കുന്നതിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ നാം ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ അന്യമായിരിക്കുന്നതിനെ സ്വന്തമാക്കുവാൻ ശ്രമിക്കുമ്പോഴും അതിൽ വിശ്വസ്തരായി ഇരിക്കാത്തത് നിമിത്തവും നമുക്ക് സ്വന്തമായത് ലഭിക്കുവാൻ തടസ്സം നേരിടുന്നു. പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളിലും സ്വന്തമായി നമുക്ക് ലഭിക്കേണ്ടതിന് നാം പ്രാർത്ഥിക്കുമ്പോൾ നാം അന്യമായ കാര്യത്തിൽ, ഇതുവരെയുള്ള കാര്യത്തിൽ വിശ്വസ്തരാണോ എന്ന് സ്വയം ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അന്യമായതിനെ, മറ്റുള്ളവരുടെ ഉടമസ്ഥയിലുള്ളതിനെ ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അത് ഞങ്ങൾ വിശ്വസ്തരായിരിക്കാൻ സഹായിക്കണമേ. അങ്ങനെയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സ്വന്തമായത്, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ അത് ഞങ്ങൾക്ക് സ്വന്തമാക്കി തരുവാൻ, അതിൽ അവകാശം പറയുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളല്ലോ. അതാണല്ലോ ദൈവം ആഗ്രഹിക്കുന്നത്. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.